ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ആറ്റുമീൻ്റെ പരിഞ്ഞിൽ കൊണ്ടുള്ള ഒരു അപ്പമാണ്, പരിഞ്ഞിലപ്പം. അപ്പം നല്ല ടേസ്റ്റി സാധനമാണത്. നമ്മളത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ പോവുകയാണ്. അത് വലിയ പണിയൊന്നുമില്ല. അത് വേണമെങ്കിൽ നമുക്ക് പരിഞ്ഞിൽ ഓംലെറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാൻ പോവുകയാണ്. ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ കാണാൻ പോവാം. ബാ. ആറ്റുമീൻ്റെ പരിഞ്ഞിലാണ് ഇത്. മൃഗാളെന്ന് പറയുന്നൊരു മീൻ്റെ പരിഞ്ഞിലാണ്. അതിനകത്ത് ഇട്ടേക്കും. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ആദ്യം അതിനകത്ത് ഇച്ചിരി പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടതാണ്, ഇഞ്ചിയൊക്കെ അതായത് കിടക്കുന്നത്. പിന്നെ ഇച്ചിരി മാറ്റി നമ്മൾ. അപ്പോൾ ഇത് പരിഞ്ഞിലാണ്. നമ്മൾ ഇതുകൊണ്ട് ചെറിയൊരു അപ്പം പോലെ ഉണ്ടാക്കാൻ പോവാണേ. ഇന്ന് ഇച്ചിരി വ്യത്യാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമുക്കിതൊന്ന് ചെയ്തെടുക്കാമേ. ഇത് ഇഞ്ചി, പച്ചമുളക് ഇവിടെ അരിഞ്ഞതാണ്. 2 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. പിരിയമുളകിൻ്റെ പൊടി വേണം. ശകലം അരിപ്പൊടി ഇട്ടു, 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, 3-4 ചെറിയ ഉള്ളി. പിന്നെ 1 കപ്പ് തേങ്ങ തിരുമിയത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മുഴുവനും ആ മീനിൻ്റെ മുട്ടയാണ്. ഏകദേശം ഇത് 1/2-3/4 കിലോയോളം വരും. നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിൻ്റെ ഒരളവ് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഒരു ശകലം കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇത് ഇളക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ, റെസ്റ്റ് ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ ഇട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എല്ലാത്തിലും ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാമേ. നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്ന് ചൂടായി. എണ്ണ തേച്ച് ഇതൊന്ന് അപ്പം പോലെ ചുട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് നല്ലോണം പരത്തി, ദോശ പരത്തുന്ന പോലെ ഇതൊന്ന് പരത്തി കൊടുക്കും. സെയിം ദോശ ഇടുന്ന പോലെ തന്നെ നമ്മൾ ഈ പരിഞ്ഞിൻ്റെ ദോശ പോലെ ഉണ്ടാക്കി ചുട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. പ്രത്യേക ടേസ്റ്റായിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഈ പരിഞ്ഞിൽ കിട്ടുന്ന സമയത്ത് ഈ കറിക്കകത്ത് തന്നെ ഇടാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെ നല്ല ഒരു സാധനമാണിത്. നമുക്കൊരു സൈഡ് ആയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിടാം. നല്ലവണ്ണം ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. സാധാരണ എപ്പോഴൊന്നും കിട്ടുന്നതൊന്നുമല്ല,
പക്ഷേ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ വളരെ നല്ല ഒരു റെസിപ്പിയാണിത്. പുറത്ത് ഒരു ഇരപ്പ് പോലെ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റേ സൈഡും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ എൻ്റെ മറുവശവും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ഇതിപ്പോൾ കാണാൻ നല്ല റവദോശ പോലെയുണ്ട്. നമ്മൾ മറച്ചിട്ട സൈഡ് വെന്തിട്ടുണ്ടോ നോക്കാമേ. മറച്ചിട്ട് നോക്കാം. അതിനോട് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. എന്നിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ നാട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മീൻ മുട്ട കൊണ്ടുള്ളൊരു ദോശയാണ്. ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. മീൻ പരിഞ്ഞിലാണ്, മീൻ മുട്ട. വളരെ നാൾ കൊണ്ട് കിട്ടിയതാണ്. വളരെ സൂപ്പറായിരിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കിട്ടുന്ന സമയത്ത് നല്ലൊരു ദോശയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. ഇത് കൂടുതലാരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ പരിഞ്ഞില് കൊണ്ടുള്ള ഈ ഓംലെറ്റ് അല്ലെങ്കിൽ പരിഞ്ഞിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു അപ്പമാണത്. നല്ലൊരു ഓംലെറ്റാണത്. നിങ്ങൾക്കിനി ഇതുപോലെ എവിടെന്നെങ്കിലും ആറ്റിമീൻ കിട്ടുന്ന സമയത്ത്, ഇതൊരു പരിഞ്ഞിലുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഉണ്ടാക്കി കഴിച്ച് നോക്കുക. വളരെ ഇഷ്ടപ്പെടും. പല വീടുകളിൽ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അറിയാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുമെങ്കിൽ വാട്സപ്പിലും ഒന്ന് ഷെയർ ചെയ്യുക. വളരെ ഉപകാരപ്രദമാണ് അത്. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ വളരെ നന്ദി. അപ്പോൾ ഇനിയും ഇതുപോലത്തെ എൻ്റെ നല്ല നല്ല വീഡിയോസ് കിട്ടാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.